ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ബീട്രൂട്ട് കളർ പെറ്റൂണിയാണ്. പെറ്റൂണിയൊക്കെ നമ്മൾ മഴയായതുകൊണ്ട് സൈഡിൽ ഒതുക്കി വെച്ചതുകൊണ്ട് വലുതായിട്ട് ഫ്ലവറൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയം പെറ്റൂണിയുടെ സീഡ് പലർക്കും പാവി ഇട്ട് കിളിർത്ത് കിട്ടുന്നില്ലെന്ന് പരാതി പറഞ്ഞുണ്ടേ. അപ്പോൾ അത് ഞാൻ പാവുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാം ഒരു വിത്ത് പോലും നശിച്ചു പോകാതെ എല്ലാം നന്നായിട്ട് മുളച്ച് കിട്ടും. അപ്പോൾ അതിങ്ങനെയൊക്കെയാണെന്ന് അറിയാം. ഫുള്ളായിട്ട് വീഡിയോ കാണണം. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ചെടിയിൽ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് കളർ പെറ്റൂണിയയിൽ സീഡ് വരണതും കൂടി എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇത് പ്ലാന്റ് ഉണ്ട്, പക്ഷെ സീഡ് വരണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ സീഡ് വന്നതും കൂടി ഒന്ന് കാണിച്ചു തരാമേ. ഇടയ്ക്ക് നമുക്ക് കുറേ സീഡൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാം അങ്ങ് മുളച്ച് കിട്ടിയിട്ടില്ല. ഇതാണ് കണ്ട, ഇത് കണ്ട ബീട്രൂട്ട് കളറിൻ്റെ മദർ പ്ലാന്റ് കണ്ട, കാണാൻ പറ്റണ ഇതാണ് സീഡ്. ഇത്തിരി കൂടെ ഒന്ന് വലിപ്പം നന്നായിട്ടൊന്ന് വലിപ്പമാവും. ഇനി ഇവിടെയും ഉണ്ട് കണ്ട. നമ്മൾ ഈ പഴയ ഫ്ലവർ ഇങ്ങനെ വാടുന്നത് നമ്മൾ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യാതെ കുറച്ചൊന്ന് സീഡ് വേണമെന്നുള്ളവരൊന്ന് നിർത്തിയിരുന്നാൽ നമുക്കിതുപോലത്തെ നല്ല സീഡായി കിട്ടേ. ഇതത്തിൽ കൂടെ ആകുമ്പോൾ നന്നായിട്ട് സീഡ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനെടുത്തിട്ട് നമുക്ക് പാവി കൊടുത്താൽ മതി. എല്ലാം പൊടിച്ച് കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് പിടിച്ച് കിട്ടും. നമ്മളെ പെറ്റൂണിയുടെ സീഡ് പലർക്കും കുറേ പേർക്കൊക്കെ അറിയാൻ, എല്ലാവർക്കും മാത്രം അറിഞ്ഞൂടെ. ഇതാണ് നല്ല ഭാഗമായിട്ട് നമുക്ക് പാവാനായിട്ട് എടുക്കേണ്ട സീഡ്. ഇത് ഇങ്ങനത്തതാണ്, നല്ല മല്ലിയുടെ കളറിൽ നന്നായിട്ട് ഉണങ്ങും. ഇപ്പോഴാണ് നമ്മൾ എടുക്കാനുള്ളത്. ഇതിലൊക്കെ ഒരുപാട് സീഡുകൾ ആയി നിൽപ്പുണ്ട്. ഇത് നമ്മൾ എടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത്രയും പൊട്ടി നിലത്തൊക്കെ വീണിട്ട് ഇത് പൊടിച്ച് വരാതെ ആയിപ്പോവും. അപ്പോഴിങ്ങനത്തെ ഈ കളർ ആയി വരുമ്പോൾ തന്നെ, മല്ലിയുടെ കളറായി വരുമ്പോൾ തന്നെ നമ്മളതിനെ എടുത്ത് പാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതിൻ്റെയൊക്കെ നല്ല വലുപ്പമുള്ള സീഡാണ് കണ്ട. നമ്മൾ സീഡ് പാവാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു വളവുമില്ലാത്ത മണ്ണാണേ. മണ്ണ്, അല്പം മണൽ, ഒരല്പം നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ പൊടിച്ച് ഇതിലിട്ടിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് പ്ലാന്റ്സ് വിത്ത് ഇട്ട് കൊടുക്കേണ്ടത്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്കും ചില മണ്ണിൽ അതിൻ്റെ സീഡ് വിത്ത് ഇടുമ്പോൾ നമുക്ക് മുളച്ച് കിട്ടാറില്ല. അതെന്താണെന്ന് എൻ്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ രാസവളം മണ്ണിൽ നമ്മൾ സ്പ്രേ ചെയ്യുമല്ലോ, രാസവളം ചേർന്ന് ആ മണ്ണിൽ നമ്മൾ സീഡ് ഇട്ട് കൊടുത്താൽ അതിൽ മുളയ്ക്കണില്ല. ഒരു വിത്ത് പോലും എത്ര നല്ല വിത്തിട്ടാലും നമുക്ക് മുളയ്ക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ചെയ്യുന്നവർ ഇങ്ങനെ സീഡൊക്കെ മുളപ്പിക്കുന്നവരൊന്ന് അങ്ങനെ ഒന്ന് മാറ്റി ഒന്ന് നമ്മൾ മിക്ക പ്ലാന്റിന് നമ്മൾ വളം ചെയ്യുമല്ലോ, NPK പോലുള്ളതൊക്കെ വളങ്ങൾ ചെയ്യുമല്ലോ. ജൈവവളം ചെയ്താൽ കുഴപ്പമില്ല. രാസവളം ചെയ്യുന്ന മണ്ണിൽ നമ്മൾ ഇടാതെ ഒന്ന് ഒഴിവാക്കി വേറെ മണ്ണൊന്ന് മാറ്റി ഒന്ന് ഇട്ട് നോക്കിയാൽ എല്ലാവർക്കും സീഡ് നന്നായിട്ട് പൊടിച്ച് കിട്ടും. ഇത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണേന്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പൊടിക്കുന്നില്ല, സീഡ് മുളച്ച് വരുന്നില്ല എന്നുള്ളവരൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഇങ്ങനെ ഒന്നുകൂടെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൽ നിന്ന് സീഡ് എടുത്തിട്ട് ഇതുപോലെ പൊട്ടിച്ച് നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരല്പം മണ്ണ്, നമുക്ക് ഒരുപാടങ്ങ് കട്ടിക്കങ്ങ് മണ്ണിട്ട് കളയരുത്, കുറച്ച് മാത്രം മണ്ണൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഈ ചെടിച്ചട്ടി നമുക്ക് മഴ ഇല്ലാത്ത ഭാഗത്ത്, മഴ വെള്ളം വീഴാത്ത ഭാഗത്തോട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നാൽ ചൂട് കിട്ടുകയും വേണം, അല്പത്തി വെയിലിൻ്റെ ചൂടെങ്കിലും നമുക്ക് ഇത് കിട്ടണം. എന്നാലേ ഇത് നന്നായിട്ട് വിത്ത് നന്നായിട്ട് ഒരു 3-4 ദിവസം ആകുമ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ വിത്തെല്ലാം മുളച്ച് നന്നായിട്ട്
വരും. അപ്പോൾ അടുത്ത് വിത്തെല്ലാം ഒന്ന് മുളച്ചിട്ട് അടുത്തതിൻ്റെ ഇത് കാണിക്കാമേ. അടുത്തൊരു വീഡിയോ ചെയ്യുമ്പം ഇതും കൂടെ അതിൻ്റെ റിസൾട്ടും കൂടെ ഒന്ന് കാണിക്കാമേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ചെയ്യുക ആരും മറക്കരുതേ. ഓക്കേ.